എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ, ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിലും നല്ല വൃത്തിയുള്ള റോഡുകളും ഇതിലും നല്ല പാതകളും ഉണ്ട്. എന്നിട്ടും നമുക്ക് ഇതുപോലെ ഇത്രയും സ്പീഡിലും ഇത്രയും സുഗമമായിട്ടും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ആക്സിഡന്റുകൾ എന്നും വരികയാണ്. 1000, 2000, 3000 പേരാണ് വർഷത്തിൽ ഓരോ ജില്ലകളിലും ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആക്സിഡന്റും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്ത് നല്ല രീതിയിൽ ഓടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ UK-ലാണുള്ളത്. ഇപ്പോൾ UK-ൽ വാഹനം ഓടിക്കുന്ന ആ ഒരു വേ ഓഫ് രീതി നമുക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ. അല്ലാണ്ട് നമ്മുടെ നാട് മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറെ കുറ്റം പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നിങ്ങൾ ഒരു മിനിറ്റ് ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയധികം വാഹനങ്ങൾ നമുക്ക് എതിരെയും നമ്മുടെ പുറയിലൂടെ വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന 75 km/h നമ്മുടെ വീടിന്റെ നാട്ടിൽ നിന്ന് കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന റോഡിന്റെ അത്രയും വീതി മാത്രമേ ഉള്ളൂ. അത്രയും വീതിയുള്ള റോഡിലൂടെ ടിപ്പറുകളും ട്രെയിലറുകളും ടോറസ് വണ്ടികളും ഇതേ 50 miles/h തന്നെയാണ് അവരും ഓപ്പോസിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ലൈൻ തെറ്റി ട്രാഫിക് ചെയ്യാനോ ഇത്രയൊക്കെ സ്പീഡിൽ നമുക്ക് വാഹനങ്ങൾ ഓടിച്ച ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്താൻ സാധിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലൊക്കെ വികസനം വന്നിട്ടുള്ളത്. കൂടാതെ ഈ റോഡിന്റെ ഇടത് സൈഡിൽ കാണുന്ന സംഭവം കണ്ടോ, ഇത് ഒരു സൈക്കിൾ പാത്താണ്. അപ്പൊ ചെറിയ ആളുകൾക്ക് നടന്നു പോകേണ്ടവർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ വാഹനങ്ങളിൽ പോകേണ്ടവർക്കും ഈ സൈക്കിൾ പാത്തിൽ ഉപയോഗിക്കാം. ബൈക്കുകാർ ഈ മെയിൻ റോഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തും ജംഗ്ഷനുകൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് സിഗ്നലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതുപോലെയുള്ള റൗണ്ട് അബൌട്ടുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് കണ്ടെയ്നറുകൾക്ക് സുഗമമായിട്ട് പോകാനായിട്ട് 50 miles/h അല്ലെങ്കിൽ 60 miles/h അവരുടെ കണ്ടെയ്നറുകൾ സ്പീഡിൽ പോകാൻ പാകത്തിന് ഉള്ള റോഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഇവിടുത്തെ റോഡുകൾക്ക് വലിയ വീതി ഉണ്ടെന്നോ അല്ലെങ്കിൽ വലിയ മിനുസമുള്ള റോഡുകളാണ്, നല്ല മൊസൈക്ക് ഇട്ട പോലത്തെ റോഡുകളോ ഒന്നുമല്ല. ഇവിടുത്തെ റോഡുകളിലും കുണ്ടുകളും കുഴികളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ലൈൻ ട്രാഫിക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ തമ്മിൽ പാലിക്കുന്ന അകലവും അതുപോലെ തന്നെ റോഡിലെ സുരക്ഷാ നിയമങ്ങൾ പാലിക്കാനുള്ള മനസ്ഥിതിയുമാണ്. അത് എന്തുകൊണ്ടാണ് ഈ മനസ്ഥിതിയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 കിലോമീറ്റർ ഇടവേളകളിൽ ഇരിക്കുന്ന ക്യാമറകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഫൈൻ വരുന്നത് ഭീമകരമായിട്ടുള്ള ഫൈനുകളാണ് വരുന്നത് എന്ന് പേടിച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇത്രയും കൃത്യമായിട്ട് അനുസരണയോടുകൂടി വാഹനങ്ങൾ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ വാഹനങ്ങൾ വേഗത്തിൽ യാത്രയും കാര്യങ്ങളൊക്കെ സുഗമമാണെങ്കിൽ കൂടുതൽ ബിസിനസ്സുകളും കൂടുതൽ കാര്യങ്ങളൊക്കെ വികസിക്കില്ലേ. ആഗ്രഹിച്ചു പോവുകയാണ്. എന്തായാലും മറ്റൊരു യാത്രയായിട്ട് വീണ്ടും കാണാം.